എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിപ്പോൾ നോർവേയിലെ ഓസ്ലോ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഓസ്ലോയിലെ കാഴ്ചകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് ഓസ്ലോയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഫ്രാം മ്യൂസിയമാണ്. നമ്മൾ പോകുന്ന റോഡിൻ്റെ ഇരുവശവും കാണുന്ന വീടുകളൊക്കെ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് അത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ നോർവേയിലെ ഫ്രാം മ്യൂസിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇനി നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. നോർവേയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മ്യൂസിയമാണ് ഈ ഫ്രാം മ്യൂസിയം. ആ ഫ്രാം മ്യൂസിയമാണ് ആ കാണുന്നത്. അവിടേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. ഈ മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് കാണാനുള്ളതൊരു കപ്പലാണ്. ആ കപ്പലിന് ഏകദേശം ഒരു 130-132 വർഷം പഴക്കമുണ്ട്. ഈ നോർവേ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ ഈ കപ്പൽ കാണാതെ ഇവിടുന്ന് പോകാറില്ല. അത്രയും പ്രസിദ്ധമായിട്ടുള്ളൊരു കപ്പലാണിത്. 1893 ഈ കപ്പലിൻ്റെ നിർമ്മാണം. ഈ കപ്പൽ നിർമ്മിച്ചത് ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളിലെ പര്യവേഷണങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നിൽക്കുന്നത് ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും പോയിട്ടുള്ള ഒരു ഷിപ്പിലാണ്. ആ ഷിപ്പിൻ്റെ ഒറിജിനൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഷിപ്പിൻ്റെ മുകളിലാണ് ഞങ്ങൾ കയറി നിൽക്കുന്നത്. ഫ്രാം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കും. നോർവീജിയൻ കപ്പൽ എഴുത്തുകാരനായ കോളിൻ ആർച്ചറാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. ഫ്രാമിനെ ആർട്ടിക് ഹിമപാളിയിൽ മരവിപ്പിച്ച് ഉത്തരധ്രുവത്തിന് മുകളിലൂടെ പൊങ്ങിക്കിടക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പദ്ധതി. ഈ പര്യവേഷണത്തിന് നേതൃത്വം കൊടുത്തത് ഫ്രിഡ്ജോഫ് നാൻസൻ എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഓട്ടോ സ്വെർഡ്രഫും ഓസ്കാർ വിസ്റ്റിങ്ങും റോൾഡ് ആർമുണ്ട്സനും കൂടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഫോട്ടോകളെല്ലാം അന്ന് എടുത്തിട്ടുള്ള ഫോട്ടോകളാണ്. അപ്പോൾ അതെല്ലാം വളരെ മനോഹരമായി തന്നെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വലിയൊരു അതിശയം തന്നെയാണ് ഈ കപ്പലിവിടെ നമുക്ക് കാണുമ്പോൾ. അത്രയേറെ അത്ഭുതം തോന്നുകയാണ്. 130-132 വർഷം പഴക്കമുള്ള ഒരു കപ്പലാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കപ്പലിന് ഏകദേശം 127 അടി 8 ഇഞ്ച് നീളമാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് മഞ്ഞ് വീഴ്ചയെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ഹാർട്ട് മരം കൊണ്ടുള്ള ഒരു പുറംപാളിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഈ കപ്പലിൽ ഇലക്ട്രിക് ആർക്ക് ലാമ്പുകൾ ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്നതിന് വൈദ്യുതി നൽകുന്നതിനായി ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്ന ഒരു കാറ്റാടി യന്ത്രവും ഈ കപ്പലിലുണ്ടായിരുന്നു. ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും പോയിട്ടുള്ളൊരു കപ്പലാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ കപ്പലിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ ആ കപ്പലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളുടെ ഒരു വീഡിയോ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി വന്നതാണ്. എന്തായാലും ഈ നോർവേയിൽ വരാൻ സാധിച്ചതും ഈ കപ്പലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. 132 വർഷം പഴക്കമുള്ളൊരു കപ്പലൊക്കെ എനിക്ക് കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ എത്രയേറെ ബുദ്ധിമുട്ടിയാണ് അവർ ഈ ഇത്ര 2 ദക്ഷിണധ്രുവവും ഉത്തരധ്രുവവും ഒക്കെ സന്ദർശിച്ച് പര്യവേഷണങ്ങൾ നടത്തിയത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി തന്നെയായിരുന്നു ഇപ്പോൾ കാണാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അന്നത്തെ കാര്യങ്ങളൊക്കെ ഈ കപ്പലിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കപ്പലിൻ്റെ ഉള്ളിൽ അന്ന് കാലത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ നമുക്ക് കാണാനുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അതുവരെ അവരുടെ കിടപ്പുമുറികളും അതുവരെ അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം കഴിച്ചിരുന്ന പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കപ്പലിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ കാണുന്നത് കപ്പലിൻ്റെ സൈഡിലുള്ള വലിയൊരു സ്ക്രീനാണ്. ആ സ്ക്രീനിൽ കടലിൻ്റെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കപ്പലിൽ കയറി നിൽക്കുമ്പോൾ കടലിലൂടെ ഈ കപ്പൽ നീങ്ങുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കപ്പലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്.
ചെറിയൊരു വാതിലാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പടികൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ആ കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതവരൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഓരോ വസ്തുക്കളൊക്കെയാണ്. പഴയ അയൺ ബോക്സൊക്കെ ഇവിടെ കാണാം. അവരുടെ സൂയിങ് മെഷീനൊക്കെ ഉണ്ട്. ഇതവരുടെ എൻജിൻ റൂമായിരുന്നു. അപ്പോൾ താഴത്തെ നിലയിൽ എൻജിൻ റൂമാണ് നമുക്ക് കാണാൻ പറ്റും. Personal cabins. The two larger aft cabins, although small, were designed originally. Nelson imposed a no smoking rule everywhere on their deck except in the galley, which became an attraction the first Christmas. A mechanical organ. ഇതവരുടെ ബെഡ്റൂമായിരുന്നു. അപ്പോൾ ബെഡ്റൂമിൽ കുറേ വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കാണാനൊക്കെ നല്ല ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ്. നമുക്ക് ആ പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു വരുന്നത്. അവരുടെ ഓരോ റൂമുകളാണിത്. ഇത് വേറൊരു ബെഡ്റൂം തന്നെയാണ്. ആ ബെഡ്റൂമാണ് കാണുന്നത്. നമ്മളിപ്പോൾ അവരുടെ തൊപ്പികളും അവർ ഉപയോഗിച്ചിരുന്ന സോക്സ് അങ്ങനത്തെ സെറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. കുറേ ബുക്സുകളൊക്കെ ഉണ്ട്. ഇത് വേറൊരു ബെഡ്റൂമാണ്. അവരവരെ സെറ്റർ കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ലൈറ്റ് കണ്ട അവർ ക്യാൻഡിലൊക്കെ പഴയ കാലത്തെ ക്യാൻഡിൽ കാര്യങ്ങളൊക്കെ നമ്മൾക്കൂടെ കാണാൻ പറ്റുന്നത്. ഷൂസ് ഇരിക്കുന്നുണ്ട് അവിടെ. ഇതവരുടെ എൻജിൻ റൂമാണ്. നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ നിലയിൽ എൻജിൻ റൂമാണുള്ളത്. അപ്പോൾ എൻജിൻ റൂമിൻ്റെ കുറച്ച് ചിത്രങ്ങളെ കാണിച്ചതാണ്. ചുറ്റുപുറം ഫുള്ള് മരത്തിലാണ് കേട്ടോ അവരുടെ വർക്കൊക്കെ. ഈ ഷിപ്പിൻ്റെ വർക്ക് മുഴുവൻ മരത്തിലാണ്. പഴയ കാലത്തെ തടി വെച്ചിട്ടുള്ള വർക്കാണ് മരം കാണിച്ചത്. ഇവിടെയൊക്കെ നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അധികം കാണാൻ പറ്റുന്നില്ല. ഇരുട്ടാണ്. ഇതവരുടെ പണിയായുധങ്ങളൊക്കെയാണ്. അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന പണിയായുധങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സ്വിമ്മിങ് മെഷീൻ ലാസ്റ്റ് അവിടെ അറ്റത്തിലുണ്ട്. ലൈഫ് ജാക്കറ്റുകളുണ്ട് കാണാൻ. Der musste mit angezogenen Beinen schlafen. അങ്ങനെ കപ്പലിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഈ ഫ്രാം മ്യൂസിയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻസും ഒക്കെ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനി നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.